തൃശൂർ ചൊവ്വൂരിൽ ബസ് അപകടത്തിൽ നിന്നും കാൽനട യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാവിലെ 8:30യോടെ ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപമായിരുന്നു സംഭവം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും തിയോഫിൻ ചേരുന്നു. അതിനു മുമ്പ് ആദ്യം ആ CCTV ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതാണ് തൃശൂർ ചൊവ്വൂരിൽ ബസ് അപകടത്തിൽ നിന്നും കാൽനട യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ട സാഹചര്യം. അവരുടെ ശരീരത്തേക്ക് ബസ് ഇടിച്ചുവെങ്കിലും അതിൻ്റെ ശക്തി പൂർണ്ണമായും ഏൽക്കാതെ തലനാരിടയ്ക്ക് അവർ രക്ഷപ്പെടുകയായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമിത വേഗതയിലാണ് ബസ് എന്നുള്ളത് കൂടി വ്യക്തമാകുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ കൂടിച്ചേരുകയാണ്. തിയോഫിൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം തൊട്ടടുത്ത് വന്ന് ബസ് അതിൻ്റെ ശക്തി എങ്ങനെ കുറയ്ക്കാനായതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. ജിംഷാദ്, രാവിലെ ഒരു 8:00 കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ സ്ത്രീ നടന്നു വരികയായിരുന്നു. ഇവർ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നു. ബസ്സിൽ കയറാനായി വരികയായിരുന്നു. അങ്ങനെ നടന്നു വരുന്നതിനായിട്ട് ബസ് സ്റ്റോപ്പിൽ എത്താറായപ്പോഴേക്കും പുറകിൽ നിന്ന് ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി, അതിനുശേഷം വീണ്ടും നേരെ നോക്കി നടന്നു വരുന്നതിനിടയിലാണ് പെട്ടെന്ന് ബസ് പിന്നിലെത്തുന്നു. ആ ഒരു ബസ് വരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർക്ക് ഇവരുടെ ദേഹത്ത് ബസ് മുട്ടിയപ്പോഴേക്കും വളരെ പെട്ടെന്ന് മനസാന്നിധ്യം വീണ്ടെടുക്കാൻ സാധിച്ചു. ആ ബസ് മുട്ടിയപ്പോഴേക്കും ബസ് മുട്ടി തെറിക്കുന്നതിന് മുമ്പ് ഇവർ തെറിച്ച് വീഴാതെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഓടിപ്പോകാൻ ഈ സ്ത്രീക്ക് സാധിച്ചു. അവർ ഓടി മാറിയത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. ഇതിനിടയിൽ തന്നെ ഈ ബസ് നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള ഒരു വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം അവിടെ ഒഴിവായി. കാരണം ഈ പോസ്റ്റ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നിരുന്ന നിരവധി പേരുണ്ട്. അത് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഇവർക്ക് പെട്ടെന്ന് മാറാൻ മനസാന്നിധ്യം വീണ്ടെടുത്ത് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതായത് ആ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത് കൊണ്ടാണ് ആ ബസിന്റെ ശക്തി യഥാർത്ഥത്തിൽ കുറഞ്ഞത്. അതാണ് ഇടിക്കേണ്ടതിന് പകരം തള്ളി മാറ്റുന്ന രൂപത്തിൽ ആ അപകടം അവസാനിച്ചത്. മാത്രമല്ല, ആ സ്ത്രീ തിരിഞ്ഞു. പിൻഭാഗത്തായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തെറിച്ച് വീണേനെ. തിരിഞ്ഞുകൊണ്ട് കൈകൊണ്ട് ബസ്സിലേക്ക് താങ്ങുന്ന ഒരു പൊസിഷൻ അവർ എടുത്തു. അതുകൊണ്ടാണ്, നോക്കൂ, അത് കാണാം, അവർ രക്ഷപ്പെട്ടത്. അമിത വേഗതയിലായിരുന്നു ബസ്. തീർച്ചയായും ബസ് അമിത വേഗതയിലായിരുന്നു. പക്ഷെ ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായുള്ള വേഗത കുറഞ്ഞു വരുന്നുണ്ടായിരുന്നത് കൊണ്ട് അതും അപകടം ഒഴിവാക്കി. പക്ഷെ നിയന്ത്രണം വിട്ട് വളരെ പെട്ടെന്ന് ഈ സ്ത്രീയെ ദേഹത്ത് ഇരിക്കുന്നതിന് മുൻപ് ബസ് നിർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ബസ് സ്റ്റോപ്പിലേക്ക് ചേർത്ത്, അതായത് ഇടതുവശം ചേർന്ന് വരികയായിരുന്നു. അതിനിടയിലാണ് ഈ പോസ്റ്റിലേക്ക് ഇടിച്ചത്. ഈ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചത് കൊണ്ടാണ് ഇടിയുടെ ആഘാതം കുറഞ്ഞതും. ബസ് വരുന്നത് പ്രതീക്ഷിച്ച് നടന്നു വന്നിരുന്ന ഇവർ ഇടയ്ക്കിടെ പുറകോട്ട് തിരിഞ്ഞു നോക്കി വന്നിരുന്ന ഈ സ്ത്രീക്ക് വളരെ പെട്ടെന്ന് തട്ടിയപ്പോഴേക്കും മനസാന്നിധ്യം വീണ്ടെടുത്ത് ഓടിമാറാൻ കഴിഞ്ഞതും രക്ഷയായി. ഈ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് ബസ് നിന്നതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറാതെയും മറ്റ് അപകടങ്ങളും, കൂടുതൽ പേർക്ക് അപകടം ഉണ്ടാകുന്ന ഒഴിവായി. വളരെ പെട്ടെന്ന് ഇവർക്ക് മനസാന്നിധ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്കും അപകടത്തിൽപ്പെടാതെ ഓടിമാറാൻ സാധിച്ചതും വലിയ രക്ഷയായി. അങ്ങനെ വലിയൊരു അപകടം, വലിയ ദുരന്തമാണ് ഒരു പക്ഷേ ഒഴിവായത് തലനാരിഴയ്ക്ക്. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഇതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പിന്നീട് കൂടുതൽ ആളുകൾ അറിഞ്ഞത്. സമീപത്ത് അധികം ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ബസ് വളരെ പെട്ടെന്ന് തന്നെ പിറകോട്ടെടുത്ത് പിന്നീട് മാറ്റുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞ് ബസ് ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് കാൽനട യാത്രക്കാരിയായ സ്ത്രീക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. ജിംഷാദ്. ശരി, തിയോഫിനാണ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളും കൂടി നൽകിയത്.